ഇറങ്ങുന്ന സിനിമകളെ പറ്റിയിട്ടുള്ള വിമർശനം ചർച്ചയാവുന്നുണ്ട്. ഒരുപാട് വെബ്സൈറ്റുകൾ അതിനെപ്പറ്റി ഫിറോസ് ഖാൻ പറഞ്ഞതായി എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരിച്ചതായി എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് അതിന് മാത്രം ഒരു ഹീനമായ കുഴപ്പമുണ്ടോ? ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്രമേൽ വയലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്ത് നെഗറ്റീവിനെ ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന സിനിമകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ അതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, അതായത് എത്രമേൽ ഡാർക്ക് ഏജ് സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഓരോ ദിവസത്തെ ന്യൂസ് നോക്കുമ്പോഴും ഇതൊക്കെ പണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ സിനിമകളിലാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത്. മലയാള സിനിമകൾ പോലും ഇത്തരം കഥകൾ പറയാൻ പറ്റില്ല, കാരണം അത് ഫാൻറ്റസിയാണ്, അത് കെട്ടുകഥയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ സിനിമകളിലാണ് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കാണിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇതൊന്നും കേരളത്തിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടാവില്ല, ഒട്ട് ഇന്ത്യയിൽ പോലും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. അതിൽ നിന്ന് മാറിയിട്ടാണ് കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളെക്കാളും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നതൊരു വളരെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് പല കാര്യങ്ങൾ, ഈ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രം അല്ല അപ്പോൾ നമ്മൾ കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല കുറ്റം പറയേണ്ടത്. ഇതിന് നമ്മുടെ ലിവിങ് എൻവയറമെൻറ്റ് മൊത്തം ഇതിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല രീതി, എല്ലാ കാര്യങ്ങളും ബാധിക്കും, ഒരുപാട് കാര്യങ്ങൾ ബാധിക്കും, ഒരു കാര്യം മാത്രമല്ല ഒന്നിനെ ബാധിക്കുന്നത്. അപ്പം അതിൽ പ്രധാനം ഈ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, അതായത് വിഷ്വൽ എഫക്റ്റുകൾ, വിഷ്വൽ പെട്ടെന്ന് നമ്മളെ ബ്രെയിനിലേക്ക് കയറുന്നൊരു സാധനമാണ്. അതിന് ഭയങ്കരമായി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ പോലെയുള്ള സിനിമകൾ പല നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ബ്രെയിനിലേക്ക് കടത്തിവിടുന്നത്. കാരണം അതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ബ്രൂട്ടലിൻ്റെ എക്സ്ട്രീം രീതികളാണ് കാണിക്കുന്നത്, എന്നാൽ അതിനൊരു കാരണമില്ല. പിന്നെ പണ്ട് വില്ലത്തരങ്ങൾ, അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് വില്ലന്മാരായിരുന്നു. വില്ലന്മാരെ പണ്ടത്തെ സിനിമകൾ ശ്രദ്ധിച്ചാൽ മതി. അതും ഇത്ര പോലെ ബ്രൂട്ടലല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും നെഗറ്റീവ് വശങ്ങളെ കാണിച്ചിരുന്നത് വില്ലന്മാരിൽ കൂടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു വേറൊരു മൈനസിലേക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതൊന്നാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇന്ന് നായകന്മാരാണ് വില്ലത്തരം കാണിക്കുന്നത്. ആ വില്ലത്തരം ചെറിയ വില്ലത്തരമല്ല, ഏറ്റവും വലിയ ബ്രൂട്ടൽ കാണിക്കുന്നത് നായകന്മാരിൽ കൂടി പഞ്ച് മ്യൂസിക്കും കൊടുത്ത് ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ കുട്ടികളിലേക്ക് ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗ്ലോറിഫൈ, അതായത് അങ്ങനെ ഇതൊരു കുറ്റമല്ല എന്ന രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കോളേജ് പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്. അതിനൊരു കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രൊഫസർ, നമ്മൾ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവരെന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകള് 10th പഠിക്കുകയാണ്, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അവളുടെ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ആ കുട്ടി വന്നിട്ടൊരു ദിവസം അമ്മയെടുത്തോട്, അമ്മ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അമ്മ ഒന്ന് കാണണം, അതിനകത്ത് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയോ ഓരോ കൊല ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ച് കീറുന്നത്, അതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ, തലയൊക്കെ ഇങ്ങനെ കൊണ്ട് അടിച്ച് അതിനെ പട്ടിയൊക്കെ ഇങ്ങനെ കടിച്ച് കീറി, അതായത് ഓരോ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ കുട്ടി അവരമ്മയോട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇതൊക്കെ കൊല തന്നെയല്ലേ, ഇതിനെങ്ങനെ ബ്യൂട്ടിഫുള്ളാവുന്നതെന്ന്. അതൊക്കെ അമ്മക്ക് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുന്നു. അപ്പോൾ ആ കൊലയെ സൗന്ദര്യമായിട്ടാണ് പുതുതലമുറ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പക്വത എത്തുന്നതിന് മുമ്പേ ഉള്ള കുട്ടികൾ ചെയ്യുന്ന അക്രമങ്ങൾ മൊത്തം ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ചെറു കുട്ടിയായിരിക്കെ തന്നെ, അതായത് 3-4 വയസ്സുള്ള കുട്ടികൾ മൊബൈലിൽ തുടങ്ങുന്ന ഗെയിമിൽ തുടങ്ങുന്നുണ്ടോ ഇത്. അതായത് നിങ്ങളൊരു ഗെയിം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രൈക്ക് ഗെയിമുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് എതിരെ ഉള്ള ആൾക്കാരെ എനിമീസായിട്ടാണ് ഇവർ കാണുന്നത്. അവരെ എങ്ങനെ കൊല്ലാം അതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത്. അതിനെ അവർ പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കൊല്ലുക. അത് ബ്യൂട്ടിഫുൾ എന്ന പദമാണ് അവരുടെ മനസ്സിൽ. മനസ്സിലായി? പണ്ടുള്ള തലമുറ എല്ലാം നമ്മുടെ ആൾക്കാർ പറയുന്നത് പോലെയല്ല. അതിനെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എന്നിട്ട് ആ കൊല്ലുമ്പോൾ അത് വിജയിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യം. ഇത് കുട്ടിക്കാലത്ത് തുടങ്ങുന്നു. പിന്നെ ഈ സിനിമകൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്കിയുള്ള നമ്മളെ ലിവിങ് എൻവയറൺമെൻറ്റ്. പ്ലീസ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊലയാളി ബീഹാറിലെ 13 വയസ്സുകാരൻ ഒരു പയ്യനാണ്. കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. റിപ്പർ ചന്ദ്രനാണ് കേരളം ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്ത സീരിയൽ മാസ് മർഡറർ. അയാളുള്ളതും 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം മീഡിയ കുറച്ചും കൂടി ഈ കാര്യങ്ങളെ ഫോർ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണ്ടേ കരുതാൻ. മൊത്തം പഴിയും സിനിമയുടെ പുറകിലും പുതിയ ജനറേഷൻ്റെ മേലെയും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. എല്ലാ കാലത്തും അക്രമമുണ്ട്, അങ്ങനെയല്ലേ ഉള്ളൂ. അതെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലത്തുമുള്ള അക്രമങ്ങളെക്കാളും പെരുകിയത് ഏത് കാലത്താണ്? മറ്റേത് ഒറ്റപ്പെട്ട ഒരു റിപ്പർ ചന്ദ്രനുള്ള മലബാർ ഏരിയയെ ഭരിച്ചിരുന്ന ഒരാളായിരുന്നു റിപ്പർ ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മാനസിക നില
മാനസിക നില തെറ്റിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതാണ് റിപ്പർ ചന്ദ്രൻ. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. അന്ന് രാത്രി കാലങ്ങളിൽ ആൾക്കാർക്ക് മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള പേടിയുണ്ടായിരുന്നു. ആ റിപ്പർ ചന്ദ്രൻ പോലും അദ്ദേഹത്തിന് പിന്നെ വധശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരേ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന്. ഈ അമ്മ കാണാൻ ജയിലിൽ ചെല്ലുകയും ഇയാൾ അമ്മയുമായിട്ടുള്ള സംവാദത്തിനിടയ്ക്ക് അത് അഴിയിൽ കൂടി ജയിലിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പം അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ആ ജയിലിൽ അഴിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഉറക്കം നിലവിളിക്കുന്ന സൗണ്ട് കേട്ടാണ് വാർഡൻ ഓടി വന്ന് പിടിച്ചപ്പോൾ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അയാൾ. അപ്പോൾ ഇയാൾക്ക് നിറ കണ്ണുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് തൂക്കുകയർ കിട്ടില്ലായിരുന്നു, ഞാൻ ഒരു കൊലയും ചെയ്യില്ലായിരുന്നു. അന്ന് എൻ്റെ തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്ത് എൻ്റെ അമ്മ എന്നോട് കാണിച്ചു. അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ അമ്മ അതൊന്നും എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞു തന്നില്ല. അതൊക്കെ നല്ലതാണെന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ചെറിയ ചെറിയ കള്ളങ്ങളെയൊക്കെ അങ്ങനെ ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് വന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഒരാൾ സാഹചര്യങ്ങളും അവരെ ഭയങ്കരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിനകത്തുള്ള പേരൻറ്റിങ്ങിലേക്ക് വരാം. ഇപ്പോഴത്തെ പേരൻസ് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ഒരു സാധാരണ ഒരു ദിവസം നിങ്ങൾ ന്യൂസ് എടുത്താൽ മൾട്ടിപ്പിൾ ന്യൂസാണ് ഇത്തരം ബ്രൂട്ടൽ രീതികളിൽ വരുന്നത്. മൾട്ടിപ്പിൾ ന്യൂസാണ്. പണ്ട് അങ്ങനെയല്ല, മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉദാഹരണം, പണ്ടത്തെ കാലത്ത് 1-2 പേരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടി വരും, ഇത്തരം കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എല്ലാവരും അതിനകത്ത് കുറ്റക്കാരാണ്. നിയമവ്യവസ്ഥിതി കുറ്റക്കാരാണ്. പിന്നെ നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, സുഹൃത്തുക്കൾ എല്ലാവരും ഇതിനകത്തല്ല. ഒരാൾ ഒറ്റയ്ക്കൊരു സംഭവമായി മാറില്ല. അപ്പോൾ ഇനി പേരൻസിലേക്ക് വരാം. പേരൻസിൽ വരികയാണെങ്കിൽ നമ്മൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രീതിയിൽ പ്രശസ്തനാകാനൊരു കാരണം ഒരമ്മയാണ്. അത് ആ കഥയാണെന്ന് പറയാം. അതായത് ഒരു ദിവസം എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ആദ്യം ലെറ്റർ വായിച്ചപ്പം ഫേസിൽ ചെറിയൊരു വ്യഗ്രത വന്നു. അപ്പോൾ മോൻ ചോദിച്ചു, എന്താ അമ്മ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് വേറൊന്നുമല്ല, മോന് ആ സ്കൂളിലെ ടീച്ചർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മോൻ അവിടുത്തെ ഏറ്റവും വലിയ ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ്, മോനെ പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ടീച്ചേഴ്സും അവിടെ ഇല്ല, അത്രമേൽ ബ്രില്യൻ്റാണ്, അതുകൊണ്ട് വലിയ സ്കൂളിൽ മോനെ ചേർക്കണം എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവന് അഭിമാനം വന്നു. പിൽക്കാലത്ത് നമ്മൾ ഇന്നറിയപ്പെടുന്ന ഒരാളതിന് ശേഷം അവൻ്റെ വീട്ടിലിങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ അന്ന് എഴുതിയിരുന്ന എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുട്ടിയെപ്പോലെ ഒരു ബുദ്ധിയില്ലാത്തൊരു കുട്ടിയില്ല, ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇവന് വേറെ എന്തെങ്കിലും ജോലിക്ക് വിടൂ എന്നുള്ളതാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അന്ന് പക്ഷേ അമ്മ എന്താണ് ചെയ്തത്? ഇന്നുള്ള അമ്മമാരായിരുന്നെങ്കിൽ, ഇന്നുള്ള പേരൻസ് ആയിരുന്നെങ്കിൽ, ഒരു 80% പേരൻസ് ആയിരുന്നെങ്കിൽ അടി കൊടുക്കുകയും ദേഷിക്കുകയും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ അന്ന് ആ കാലത്ത് ആ അമ്മ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവന് മോട്ടിവേറ്റ് ചെയ്ത് അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം, അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. അതാണ് തോമസ് ആൽവ എഡിസൻ്റെ കഥ. അപ്പോൾ പേരൻറ്റിങ് ഒരു പരിധിവരെ നമ്മളെ കുട്ടികളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് വന്നുകൊണ്ട് എടുത്തിട്ട് അടിക്കുകയല്ല വേണ്ടത്, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. അതിന് ചെവി കൊടുക്കാൻ പോലും സമയമില്ല ആർക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആക്ച്വലി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഇതാണ്, ഒരു സിംഗിൾ പേരൻറ്റിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ കൊല്ലത്താണ്, സജനയുടെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കുറവ് അവനൊരിക്കലും ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഞങ്ങളതിനെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെയും നമ്മളവിടെ ഉണ്ട്. എല്ലാ വീക്കിലും ഞാൻ അവനൊരു 2 അതായത് എൻ്റെ വർക്കില്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സജിനയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പല സമയങ്ങളിലും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അവൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. അവന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര ബിസിയാനും സമയം മാറ്റി വെക്കാറുണ്ട്. സജിനയായാലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത്, ഇപ്പോൾ ഷൂട്ടുമായിട്ട് എറണാകുളത്ത് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്നായാലും വീഡിയോ കോളിലായാലും അവൻ്റെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊക്കെ സമയം കൊടുക്കുന്നു. കാരണം ഇവർക്ക് അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപെടുക, അവർക്ക് ചെവി കൊടുക്കുക, ഇതൊരു പ്രധാന കാരണമാണ്. സമയം കൊടുക്കുക. ഈ സ്നേഹം കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ ഈ തലമുറയ്ക്ക്. അല്ലാതെ നമ്മൾ അവൻ അങ്ങനെ ആയിപ്പോയി, അവനൊരു കുറ്റക്കാരനായ ശേഷം വേറെ ഒന്നും തിരക്കുന്നില്ല. അവനെ അങ്ങ് കുറ്റക്കാരനെ മുദ്രകുത്തിപ്പെട്ട് അവൻ എങ്ങനെ ആയി എന്നുള്ള അതിൻ്റെ റൂട്ട് കോസ് ഒന്നും മനസ്സിലാക്കാതെയാണ് അവനെ പഴിക്കുന്നത്. അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. നിങ്ങൾ ചുമ്മാ ടി വി എടുത്തിട്ട് നമ്മൾ ആരെയാണ് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്? ടി വി എടുത്ത് നിങ്ങളൊരു നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ ഒരു നിയമസഭയിൽ ഒരു സംഭവം കണ്ടുപോക്ക്, അതിനകത്തൊരു നല്ല വാക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒരുവൻ.
അസഭ്യങ്ങൾ പറയുന്നതാണ്, കൂട്ടത്തല്ലുകളാണ്. ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? അപ്പോൾ സമൂഹം മൊത്തത്തിൽ മാറിയിരിക്കണം. അപ്പോൾ എല്ലായിടത്തുനിന്നും അഴിച്ചുപണി വേണം. ഇവിടുത്തെ കണ്ടീഷനിങ്, ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് മാറ്റിയിട്ട് അഴിച്ചുപണി തുടങ്ങണം.